നമസ്കാരം. ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ത്യക്കകത്തോ വിദേശത്തോ ഒക്കെ സ്ഥിരമായി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകളാണല്ലോ. ഈ സ്ഥിരമായി അല്ലെങ്കിലും നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറുള്ള ആളുകളാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ പണം മുടക്കി നമ്മൾ ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ കയറുന്നിടം മുതൽ യഥാസ്ഥാനത്ത് നമ്മൾ ചെല്ലുന്നിടം വരെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ലഗേജും ഒക്കെ തിരിച്ച് എടുത്ത് നമ്മൾ അവിടെ ഇറങ്ങുന്നിടം വരെയുള്ള കാര്യങ്ങൾ, അതിന് എയർലൈൻ പരിപൂർണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. കാരണം നമ്മൾ അവരുടെ അടിമകളല്ല, നമ്മളുടെ സേവകരാണ് ഈ എയർലൈനിലെ ഉദ്യോഗാർത്ഥികൾ ഓരോരുത്തരും. പക്ഷേ നമ്മുടെ എയർലൈനുകളിൽ, എയർ ഇന്ത്യയിലോ ഇൻഡിഗോയിലോ ഒക്കെ നാം യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും മലയാളികളോട് ഒരു പുച്ഛഭാവമാണ് അവർക്കുള്ളത്. മല്ലൂസിനെ കാണുമ്പോൾ അവർക്കെന്തോ ഒരവജ്ഞയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ UK-യിലേക്കും കാനഡയിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്നത് ആ ഫ്ലൈറ്റിൽ ഏതാണ്ട് 60% പല ഫ്ലൈറ്റുകളിലും മലയാളികൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നോർത്ത് ഇന്ത്യൻസും ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും ഒക്കെ ഇവരെ ഹിന്ദിയൊക്കെ പറഞ്ഞ് തൊലിയൊക്കെ വെളുത്തിരുന്ന് നമ്മൾ നോർത്ത് ഇന്ത്യനാണെന്ന് അറിഞ്ഞാൽ അവനൊരു പ്രത്യേക പരിഗണനയും. നമ്മൾ മല്ലൂസിനെ കാണുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുമാണ്. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിയും. എനിക്കും പല സ്ഥലത്തും ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചോദ്യം ചെയ്തിട്ടുമുണ്ട്. നമ്മൾ യൂറോപ്പിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അത് നിയമമായി അവിടെ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ. യൂറോപ്പ് യാത്രയിൽ നമ്മുടെ ഫ്ലൈറ്റ് വൈകുകയോ അതോ ക്യാൻസൽ ആവുകയോ ചെയ്താൽ 60,000 രൂപ വരെ നമുക്ക് നഷ്ടപരിഹാരം കിട്ടും. യൂറോപ്പിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. EU റെഗുലേഷൻ നമ്പർ 261/2004 EU 261. നിങ്ങളുടെ ഫ്ലൈറ്റ് വൈകുകയോ ക്യാൻസൽ ആവുകയോ ചെയ്താൽ യാത്രക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന ഒരു നിയമമാണ് നേരത്തെയുള്ള 261/2024. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെന്ന് നോക്കാം. സാമ്പത്തിക നഷ്ടപരിഹാരം. ഫ്ലൈറ്റ് 3 മണിക്കൂറോ അതിൽ കൂടുതലോ വൈകുകയാണെങ്കിൽ മുൻകൂട്ടി അറിയിപ്പില്ലാതെ ക്യാൻസൽ ചെയ്യപ്പെടുകയോ ചെയ്താൽ യാത്രയുടെ ദൂരമനുസരിച്ച് 250 യൂറോ മുതൽ 600 യൂറോ വരെ, ഏകദേശം 22,000 മുതൽ 60,000 രൂപ വരെ നമുക്ക് നഷ്ടപരിഹാരമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. സൗജന്യ ഭക്ഷണവും താമസവും അവർ തരേണ്ടതാണ്. ഫ്ലൈറ്റ് മണിക്കൂറുകളോളം വൈകുകയാണെങ്കിൽ വിമാന കമ്പനി നമുക്ക് സൗജന്യമായി ഭക്ഷണവും നൽകണം. രാത്രി തങ്ങേണ്ട സാഹചര്യം വന്നാൽ സൗജന്യ ഹോട്ടൽ താമസവും വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള സൗജന്യ യാത്രയും എയർലൈനുകൾ നൽകാൻ ബാധ്യസ്ഥരാണെന്നും ഈ നിയമത്തിൽ പറയുന്നു. ടിക്കറ്റ് തുക റീഫണ്ട് അല്ലെങ്കിൽ ബദൽ യാത്ര ഏർപ്പെടുത്തണം. ഫ്ലൈറ്റ് 5 മണിക്കൂറിൽ കൂടുതൽ വൈകിയാൽ യാത്ര വേണ്ടെന്ന് വെച്ച് ടിക്കറ്റ് തുക മുഴുവനായും റീഫണ്ട് വാങ്ങി യാത്ര അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ മറ്റൊരു സൗജന്യ ഫ്ലൈറ്റ് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഈ നിയമം എപ്പോഴൊക്കെയാണ് നമുക്ക് ബാധകമാകുന്നത് എന്നുകൂടി നോക്കണം. യൂറോപ്പിലെ ഏതെങ്കിലും വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ഫ്ലൈറ്റുകൾക്കും, ഏത് എയർലൈൻസ് ആണെങ്കിലും ശരി, യൂറോപ്പിന് പുറത്തു നിന്ന്, ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പറക്കുന്ന യൂറോപ്യൻ എയർലൈനുകൾക്ക് ലുഫ്താൻസ, എയർ ഫ്രാൻസ്, KLM തുടങ്ങിയവ, ഇവയ്ക്കെല്ലാം എയർലൈനിന്റെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങൾ, അതായത് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് മൂലമാണ് താമസം നേരിട്ടതെങ്കിൽ സാമ്പത്തിക നഷ്ടപരിഹാരം ലഭിക്കില്ല. എങ്കിലും ഭക്ഷണവും താമസ സൗകര്യവും നൽകാൻ അവർ ബാധ്യസ്ഥരാണെന്ന് ഈ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബോർഡിംഗ് പാസ്, ടിക്കറ്റ്, ഇമെയിലുകൾ എന്നിവ സുരക്ഷിതമായി നമ്മൾ സൂക്ഷിച്ചു വെക്കണം. വൈകാനുണ്ടായ കാരണം എയർലൈൻ സ്റ്റാഫിനോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഭക്ഷണം, ടാക്സി തുടങ്ങിയ ചിലവുകളുടെ രസീതുകൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകണം. എയർലൈൻ്റെ ഒഫീഷ്യൽ സൈറ്റിലെ EU 261 ക്ലെയിം ഫോം വഴി
നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കുക. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മുടെ കുട്ടികൾ ഇഷ്ടം പോലെ ഇറ്റലിയിലേക്കും ജർമ്മനിയിലേക്കും അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്യുന്നതാണ്. നമ്മുടെ ഫ്ലൈറ്റുകളിലൊക്കെ ആണെങ്കിൽ പല സ്ഥലത്ത് നിന്ന് ഇറങ്ങിയാലും 10-20 മണിക്കൂർ ലേറ്റായാലും അനക്കമില്ല. അടുത്ത ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് സൗകര്യമുള്ളപ്പോൾ അവർ കയറ്റിവിടും, അല്ലെങ്കിൽ അവർ നമ്മളോട് മുഖം തിരിഞ്ഞു കാണിക്കും. ഈ ഒരവസ്ഥയ്ക്കൊക്കെ മാറ്റം വരേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. എന്താണെങ്കിലും യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്താൽ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാകും.